മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഖത്തറിലെത്തും. നാളെ ഉച്ചയ്ക്ക് പ്രവാസി വ്യാപാര വാണിജ്യ പ്രമുഖരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. വൈകിട്ട് നടക്കുന്ന മലയാളോത്സവം ആഘോഷ പരിപാടി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രിയെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് അബ്ബാസ് വിവരങ്ങൾ നൽകും. അബ്ബാസ്, വിപുലമായ ഒരുക്കങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് അവിടെ ഒരുക്കിയിട്ടുള്ളത്. നാളെ എന്തൊക്കെ പരിപാടികളിലും സമ്മേളനങ്ങളും ഒക്കെയാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത്? ദിവ്യ, പ്രധാനമായിട്ടും 3 പരിപാടികളാണ് മുഖ്യമന്ത്രിക്ക് ഖത്തറിലുള്ളത്. ഒന്ന്, ആദ്യത്തേത് 11 മണി മുതൽ ഉച്ചവരെ ഷെറാട്ടൺ ഹോട്ടലിൽ ഇവിടുത്തെ വാണിജ്യ വ്യാപാര പ്രമുഖരുമായി നടക്കുന്ന ഒരു ആശയ സംവേദനമാണ്, ഒരു കൂടിക്കാഴ്ചയാണ്. അതിനുശേഷം പ്രധാനപ്പെട്ട പരിപാടി വൈകുന്നേരം ഇവിടുത്തെ ഖത്തർ ചേംബർ ഓഫ് കൊമേഴ്സ് നടക്കുന്ന ഒരു വിരുന്നാണ്. പിന്നീട് മൂന്നാമത്തെ പ്രധാനപ്പെട്ട പരിപാടി വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന മലയാളോത്സവം ആഘോഷ പരിപാടിയാണ്. നമ്മളിപ്പോഴുള്ളത് ഈ മലയാളോത്സവം ആഘോഷ പരിപാടിയുടെ വേദിയിലാണ്. ഇവിടെ മുഖ്യമന്ത്രിയെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. ഏകദേശം കസേരകളൊക്കെ നിറഞ്ഞു കഴിഞ്ഞു. 5000-ഓളം ആളുകളെയാണ് സംഘാടകർ മുഖ്യമന്ത്രിയുടെ പരിപാടിക്കായി പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ കൂടെ സംഘാടക സമിതിയിൽ നിന്ന് ചില ആളുകൾ ചേരുന്നുണ്ട്. ഷംസീർ, എങ്ങനെയുണ്ട് ഒരുക്കങ്ങളൊക്കെ? എങ്ങനെ പോകുന്നു? ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖത്തറിലെ മലയാളികൾ എല്ലാം മറന്നുകൊണ്ട്, രാഷ്ട്രീയം, ജാതി, അതിൽ ജില്ല, പ്രാദേശികം എല്ലാം മറന്നുകൊണ്ട് മുഖ്യമന്ത്രിയെ വരവേൽക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു മഹോത്സവമായിട്ട് വിവിധ കലാപരിപാടികളും ഉൾപ്പെടെയുള്ള വിവിധ കൂടെ തന്നെ വളരെ ഭംഗിയായിട്ട് നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദിവ്യ, മലയാള മിഷൻ എന്ന് പറയുന്ന സംഘടനയുടെ ഒരുപാട് ആളുകളും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ കൂടി നമ്മുടെ കൂടെ ചേരുകയാണ്. എങ്ങനെയുണ്ട് ഇപ്പോൾ ഒരുക്കങ്ങളൊക്കെ? എങ്ങനെ പോകുന്നു? ഒരുക്കങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. മലയാള മിഷനും ലോ കേരള സഭയാണ് ഇത് ഹോസ്റ്റ് ചെയ്യുന്നത്. രണ്ടും തന്നെ ഗവൺമെൻറ് ഓഫ് കേരള കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള പ്രവാസികൾക്കായിട്ടുള്ള സംഘടന സെറ്റപ്പുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മലയാളികളും ചേർന്ന് വളരെ വലിയൊരു ഉത്സവമായിട്ട് തന്നെയാണ് ഇത് ആഘോഷിക്കുന്നത്. കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരുടേതായിട്ടുള്ള തനത് കലാപരിപാടികളും 14 ജില്ലകളുടെ സ്റ്റാളുകളും ഒക്കെ ആയിട്ട് കേരളത്തിൻ്റെ ഒരു പതിപ്പ് തന്നെയാണ് ഇവിടെ ഒരുക്കുന്നത്. ഏതായാലും ദിവ്യ, 12 വർഷത്തിന് ശേഷമാണ് ഒരു കേരള മുഖ്യമന്ത്രി ഖത്തറിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തെ സ്വീകരിക്കാൻ വളരെ വിപുലമായ ഒരുക്കങ്ങൾ തന്നെയാണ്, അതിഗംഭീരമായി മുഖ്യമന്ത്രിയെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളാണ് ഖത്തറിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ദിവ്യ.